എൻ്റെ പേര് മീരാബെൻ, കവിയാണ്, ഒരു ഗവേഷകയുമാണ്. ഇപ്പോൾ കൊച്ചി ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നു വരുന്ന ഷോ ഗാന്ധി തുടങ്ങി വെച്ച ഒരു മിഷന്റെ തുടർച്ചയാണ്. നവഖലിയിൽ നിന്ന് ഗാന്ധി നടന്ന് തീർത്ത വഴികൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ വലിയൊരു ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ്. അതായത് ഗാന്ധിജി തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ മടിച്ചു നിൽക്കുന്ന ജനത കാലത്തെ പിന്നോട്ട് നടത്തുകയാണ്. മുരളി ചീരോത്തു മുൻകൈയെടുത്ത് കവി ഗോപികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫോട്ടോ ഷോയിൽ സുധീഷ് എടുത്ത ചിത്രങ്ങളാണ് നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാണ് എന്നുള്ള വാസ്തവം പഠിപ്പിച്ചു തരുന്നത്. ഗോപികൃഷ്ണന്റെ ഗാന്ധിയെക്കുറിച്ചുള്ള ആ പുസ്തകത്തിൽ നിന്നാണ് ഇതിന് പ്രചോദനം ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപൂർവങ്ങളായ ഗാന്ധി ചിത്രങ്ങളും ഗാന്ധി നടന്നു തീർത്ത പ്രദേശങ്ങളിലെ യഥാർത്ഥ ജീവിതവുമൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഗാന്ധിയുടെ ആ ഒരാളിൻ്റെ നടപ്പിൽ നിന്ന്, അല്ലെ ഒരാളിൻ്റെ തുടക്കത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പോകേണ്ടവരാണ്. എന്നാൽ മറിച്ചാണ് ഇന്നത്തെ ഇന്ത്യയുടെ യാഥാർത്ഥ്യം കാഴ്ചകളായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഗാന്ധി തുടങ്ങി വെച്ച, ഗാന്ധിയിൽ നിന്ന് തുടക്കമിട്ട പ്രവർത്തനങ്ങൾ ഇപ്പോഴും മനുഷ്യവിരുദ്ധമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് വെറുതെ സമയം കളയുകയാണ്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒന്നാണ്. 9mm ബരേറ്റ തോക്കിൽ നിന്നാണ് ആ ഷോയുടെ തുടക്കവും. ആ ഗാന്ധിയെ വെടിവെക്കാൻ ഉപയോഗിച്ച ആ തോക്ക് എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്ന യാഥാർത്ഥ്യം അന്വേഷിക്കലാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഈ ഷോ അവസാനിക്കുമ്പോൾ ഗാന്ധി വധത്തിന് ശേഷം ഉണ്ടായ ഭയാനകമായ ഒരു ഇന്ത്യയുടെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ കാഴ്ച നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യൻ പൗരനായി ജാതി മത വ്യത്യാസങ്ങൾക്കെതിരായി, വർഗീയതയ്ക്കെതിരായി പെരുമാറാൻ തുടങ്ങുക. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് വിഭിന്നമായ ഒരു അന്തരീക്ഷമാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളൊരു വസ്തുത പോലും മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ കേരളത്തെ പഴിചാരുകയാണ് ചെയ്യുന്നത്. എന്നാലും കേരളീയരായ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ രാജ്യത്തിനോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി മനുഷ്യത്വമുള്ള വഴികൾ രാഷ്ട്രീയ വിശകലനത്തിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ഒന്നായി കാണാൻ, അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കണം. ഇല്ലെങ്കിൽ ഭാവി കുറെ കൂടി ഇരുളടഞ്ഞതായി മാറും. ഏകാധിപത്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളിലേക്കാണ് നമ്മൾ
അതിവേഗം പാഞ്ഞെടുക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ എക്സിബിഷൻ നമുക്ക് തരുന്നത്. നന്ദി.